ഹായ്, ഞാൻ ഡോക്ടർ റീമ പത്മകുമാർ. ഇന്നൊരു അടുത്തൊരു പുതിയ ഹെയർ സ്റ്റൈലുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇതൊരു പുട്ടപ്പ് ബ്രൈഡൽ ബൺ ഹെയർ സ്റ്റൈലാണ്. ഇതൊരു ക്രിസ്ത്യൻ ബ്രൈഡൽ ഹെയർ സ്റ്റൈലായിട്ട് ചെയ്യാം. പിന്നെ ഗൗൺ ഇടുന്ന കുട്ടികൾക്ക് പാർട്ടി റിസപ്ഷൻ അങ്ങനെ ഹെയർ സ്റ്റൈലായിട്ട് ചെയ്യാൻ പറ്റും. വളരെ ഈസി എന്ന് പറയാൻ പറ്റില്ല. നേരത്തെ ചെയ്ത ഹെയർ സ്റ്റൈലൊക്കെ കുറച്ച് ഈസി ആയിരുന്നു. ഇത് കുറച്ച് ടഫായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. കുറച്ച് ടൈം എടുത്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്. നല്ല ഫിനിഷിങ്ങും ഉള്ളൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പം നമുക്ക് ഹെയർ സ്റ്റൈലിലോട്ട് കിടക്കാം. നമുക്ക് ഈ പുട്ടപ്പ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഇയർ ടു ഇയർ 2 സെക്ഷന് മിഡിൽ പാർട്ടീഷൻ എടുത്ത് ഇയർ ടു ഇയർ 2 സെക്ഷൻ മാറ്റിയിടുക. അതിനുശേഷം ബാക്കിൽ പുട്ടപ്പ് ചെയ്തതിന് ശേഷമാണ് ഇയർ ടു ഇയർ എടുത്ത് വർക്ക് ചെയ്ത് ഫിനിഷിങ്ങിൽ ഇതിൽ കണക്ട് ചെയ്യും. എന്നാലേ അതിനൊരു ഹെയർ സ്റ്റൈലിനൊരു നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇയർ ടു ഇയർ 2 സെക്ഷൻ മാറ്റിയതിന് ശേഷം ഇവിടെ 2 ഹൊറിസോണ്ടൽ സെക്ഷൻ എടുത്തിട്ട് ഹൊറിസോണ്ടൽ സെക്ഷൻ്റെ 2ഉം ഓരോ പോണി ടെയിലായിട്ട് ചെയ്യും. ഒരു ലോവർ പോണിയായി ഒരു മിഡിൽ പോണിയായി ഇങ്ങനെ 2 പോണി ടെയിൽ ചെയ്യാം. രണ്ട് പോണി ടെയിൽ ചെയ്ത ശേഷം ആ ലോവർ പോണി ടെയിലിൽ നമുക്കൊരു ബൺ കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഒരു ബാക്ക് കോമ്പിങ് കൊടുക്കുക. അപ്പോൾ അത് ബണ്ണൊന്ന് നന്നായിട്ട് ഫിക്സ് ആയിരിക്കാനാണ് ഒരു ബാക്ക് കോമ്പിങ് നന്നായിട്ട് ചെയ്യുന്നത്. ഈ ബാക്ക് കോമ്പിങ്ങിന് ബോൾ ബാക്ക് കോമ്പിങ് എന്നാണ് പറയുന്നത്. ഈ 2 സെക്ഷൻ മാറ്റിയിട്ട് പിന്നെ ബാക്ക് സൈഡ് 2 ഹൊറിസോണ്ടൽ സെക്ഷനിൽ 2 പോണി, ഒരു ലോവർ പോണി ഒരു മിഡിൽ പോണി ചെയ്തു. മിഡിൽ പോണിയിൽ ആണ് നമ്മളൊരു സ്റ്റഫിങ്സ് വെക്കുന്നത്. ഇങ്ങനെ ഒരു സ്റ്റഫിങ്സ് വെച്ച് ഒരു 6-7 ട്യൂപ്പിനെങ്കിലും കൊടുക്കണം. അങ്ങനെ മാത്രമേ നന്നായിട്ട് ആ പുട്ടപ്പ് സ്റ്റൈലിൽ വരുള്ളൂ. മുടി എത്ര വലിപ്പം നമുക്ക് ബണ്ണിന് വേണം അതനുസരിച്ചുള്ള നമുക്ക് ആ രീതിയിലുള്ള സ്റ്റഫിങ്സ് കൊടുക്കാം. മിഡിൽ ഒരു ചെറുതാണ് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ സ്റ്റഫിങ്സ് കൊടുക്കാം. വലിയ ബൺ വേണമെന്നുണ്ടെങ്കിൽ വലിയ സ്റ്റഫിങ്സ് കൊടുക്കാം. ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക സ്റ്റഫിങ്സ് നന്നായിട്ട്. ഇത് ഡോണറ്റ് വേണമെങ്കിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ സ്റ്റഫിങ്സ് തന്നെ വേണമെന്നില്ല. ഹെയർ വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു നെറ്റിനകത്ത് ഒരു കുറച്ച് ഹെയർ ഫില്ല് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ ഒരു സ്റ്റഫിങ്സ് ഉണ്ടാക്കിയിട്ട് ചെയ്യാം. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് എടുക്കാം, ഓവൽ എടുക്കാം. പല ആൾക്കാരും ഹെയർ ലെയർ കട്ട് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ ലെയർ കട്ട് ചെയ്ത മുടിയിൽ കംപ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു നെറ്റ് ഉപയോഗിക്കാം. ഒരു സെഷൻ കറക്റ്റ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഇതിന് ബാക്കിയുള്ള ഹെയർ താഴെയുള്ള ലോവർ പോണിൻ്റെ എടുത്ത് ഈ ഹെയറിന് കവർ ചെയ്യും. ബാക്ക് കംപ്ലീറ്റ് ആയി. ഈ ബാക്കിലെ ബൺ കഴിഞ്ഞു. ഇനി ഈ ഇയർ ടു ഇയർ കഴിഞ്ഞിട്ടുള്ള ഒരു പോർഷൻ നമ്മൾ ബാക്കോട്ട് ചെയ്ത് ഹമ്പ് ഉണ്ടാക്കുക. ഇതിൻ്റെ ബാലൻസ് ഹെയർ ഇവിടെ കിടന്നോട്ടെ. ഇനി നമുക്ക് ഫ്രണ്ട് സെക്ഷനിൽ ഒരു സൈഡിൽ ചെറിയൊരു സെക്ഷൻ എടുത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അടുത്തായിട്ട് ഹാഫ് ലെവൽ എടുക്കുക. വീണ്ടും അതിൻ്റെ
ഓവർലാപ്പ് ചെയ്തിട്ട് ഓരോന്നും പുള്ളി ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പുള്ളിങ്ങാണ് ഹെയർ സ്റ്റൈലിൻ്റെ. ചെറിയൊരു സെക്ഷൻ എടുത്ത് അതിലൊരു ഡയഗണൽ സെക്ഷൻ ചെറുതെടുത്തതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, അടുത്ത സെക്ഷൻ വീണ്ടും ട്വിസ്റ്റ് ചെയ്യുക. ഫ്രണ്ടിൽ എല്ലാം പിന്നപ്പ് ചെയ്ത് വന്നു. ശേഷം ഓരോ സെക്ഷനിലും പിൻ ചെയ്ത് അതിൻ്റെ ബാലൻസ് ഹെയർ കൗണ്ട് ചെയ്ത് പിൻ ചെയ്ത് വെക്കുക. ഓരോ പീസും അതുപോലെ പിൻ ചെയ്ത് നന്നായിട്ട് ബ്രഷ് ചെയ്ത് ത്രെഡ് ചെയ്ത് പിൻ ചെയ്ത് ഓരോ ഫ്ലവേഴ്സ് മോഡലിൽ ചെയ്ത് ശേഷം ഡെക്കറേഷൻ ബീഡ്സ് എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യും. ഇവിടെ ഓരോ വലിയ ബീഡ്സ് വേണമെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ. ഈ ഹെയർ സ്റ്റൈലിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് സൈഡിൽ വെച്ചേക്കുന്നതാണ് ഏറ്റവും ഇതിൻ്റെ ഈ ഹെയർ സ്റ്റൈലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ അടുത്ത ഒരു സെക്ഷനും കൂടെ ട്വിസ്റ്റ് ചെയ്ത് ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഡോക്ടർ ലിഖിയെ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നി. നിങ്ങളുടെ മോഡൽ ഡോക്ടർ ലിഖിയാണ്, പുള്ളിക്കാരിക്ക് ഇതാ ബെറ്ററായിട്ട് തോന്നി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ രീതിയിൽ കുറച്ച് വേറൊരു വേരിയേഷൻ, ഫ്രണ്ട് വേരിയേഷൻ കൊടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു മോഡലിനായാലും ഒരു ബ്രൈഡിനായാലും നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഫേസിന് അനുയോജ്യമായ രീതിയിൽ വേണം നമ്മൾ ഫ്രണ്ട് വേരിയേഷൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു ഹെയർ സ്റ്റൈൽ എത്ര ഭംഗിയെന്ന് പറഞ്ഞാൽ ആ മുഖത്തിനൊരു ഭംഗി കുറവ് കാണിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ മോൾക്ക് ചേരുന്നത് ഈ സ്റ്റൈലാണ്, അങ്ങനെയാണ് ഞാനിത് ചൂസ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ ഹെയർ സ്റ്റൈൽ എന്നെക്കൊണ്ട് എല്ലാം നല്ല രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു ഹെയർ സ്റ്റൈലായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.